വേൾഡ് കപ്പ് ഫൈനലിലും കണ്ണുകളെല്ലാം ആ 10-ാം നമ്പറുകാരനിലേക്ക് തന്നെയായിരിക്കും. ലിയോ മെസ്സി സ്പെയിനിനെതിരെ വിസ്മയം തീർക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഈ വേൾഡ് കപ്പിൽ അതിശയകരമായ പ്രകടനമാണ് ലിയോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ 39-ാം വയസ്സിലും ഗോളും അസിസ്റ്റുമായി ഈ വേൾഡ് കപ്പിൽ നിറഞ്ഞാടുകയാണ് മെസ്സി. സ്പെയിനിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ സ്പാനിഷ് പരിശീലകനായ ലൂയിസ് ഡി ലാ ഫുവാൻ്റെയുടെയും ചിന്തകൾ അത് തന്നെയായിരിക്കും. മെസ്സി എങ്ങനെ തടയും? ഈ വേൾഡ് കപ്പിൽ മെസ്സിക്കെതിരെ വന്ന എല്ലാ പരിശീലകരും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മെസ്സി തടയാൻ ആർക്കും സാധിച്ചില്ല. ഈ ചോദ്യം ഇപ്പോൾ ലൂയിസ് ഡി ലാ ഫുവാൻ്റെയോട് തന്നെ ചോദിച്ചു. എങ്ങനെ മെസ്സിയെ തടയാൻ വല്ല പ്ലാനുമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെവിയയുടെ യൂത്ത് ടീമിൻ്റെ പരിശീലകനായ സമയത്ത് ബാർസലോണ യൂത്ത് ടീമിനെതിരെ ഞങ്ങൾക്കൊരു മത്സരമുണ്ടായിരുന്നു. അന്ന് മെസ്സിയെ കൃത്യമായി മാൻ മാർക്കിങ്ങിലൂടെ ഞങ്ങൾ തടഞ്ഞതായിരുന്നു. പക്ഷേ 70-ാം മിനിറ്റിന് ശേഷം സെവിയയുടെ ഗോൾ വലയിൽ മെസ്സി 4 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. മത്സരത്തിൻ്റെ 70 മിനിറ്റ് വരെ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ 70 മിനിറ്റിന് ശേഷമായിരുന്നു മെസ്സിയുടെ ആ 4 ഗോളുകൾ പിറന്നത്. ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മെസ്സിയെ തടയാൻ മാൻ മാർക്കിംഗ് രീതി ഞാൻ ഉപയോഗിക്കുന്നില്ല. എല്ലാ താരങ്ങളുടെ കണ്ണും എപ്പോഴും ലിയോ മെസ്സിയിൽ ഉണ്ടായിരിക്കും. എല്ലാ താരങ്ങളുടെയും ഒരു ശ്രദ്ധ എപ്പോഴും മെസ്സിയിൽ തന്നെ ആയിരിക്കുമെന്നും ലൂയിസ് ഡി ലാ ഫുവാൻ്റെ തുറന്നു പറഞ്ഞു. മെസ്സിയെ തടയാൻ ലൂയിസിനാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ലോകം. മെസ്സി മാജിക്കിൻ്റെ മുന്നിൽ സ്പെയിനും അടിയറവ് വെക്കുമോ? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.